ചരിത്ര വിജയം നേടിയതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒന്നും മറക്കില്ല. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. വി.ഡി. സതീശൻ ഉന്നം വെച്ചത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകരെയാണ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ അകമ്പടി സേവിച്ച കുറച്ച് അംഗരക്ഷകരുണ്ട്. രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന നിലയിൽ പിണറായി വിജയന്റെ ദേഹത്ത് ഒരു ഈച്ച പോലും വീഴാൻ ഇക്കൂട്ടർ സമ്മതിച്ചിട്ടില്ല. അതിന്റെ പരിണിത ഫലമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്നത് പോലെ തെരുവിലിട്ട് തല്ലിയ അംഗരക്ഷകരോടാണ് യു.ഡി.എഫ് വിജയത്തിന് പിന്നാലെ വി.ഡി. സതീശൻ മുന്നറിയിപ്പ് നൽകിയത്. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ പണി വരുന്നുണ്ട് അവറാച്ച എന്ന സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കും വിധം അംഗരക്ഷകരെ ഒന്നൊന്നായി പൊക്കിയിരിക്കുകയാണ് യു.ഡി.എഫ്. സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഗൺമാൻമാരെ ഒന്നൊന്നായി സർവീസിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. സസ്പെൻഡ് ചെയ്തതിനു ശേഷം അന്വേഷണം എന്നാണ് യു.ഡി.എഫ് നിലപാട്. അതിനുള്ള നടപടികൾ പോലീസ് തലപ്പത്ത് ആരംഭിച്ചതോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അന്ന് പറഞ്ഞതിന്റെ പൊരുള് ഇപ്പോൾ ഗൺമാൻമാർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽകുമാർ, സന്ദീപ് എന്നിവരാണ് യു.ഡി.എഫിന്റെ നോട്ടപ്പുള്ളികൾ. ഇവരാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അകാരണമായി തെരുവിലിട്ട് അടിച്ചുകൂട്ടിയത്. അന്ന് ആലപ്പുഴയിലൂടെ നവകേരള യാത്ര കടന്നു പോയപ്പോഴാണ് ഈ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് എ.ഡി. തോമസിനെ അടക്കം വളഞ്ഞിട്ട് ആക്രമിച്ചത്. അതേ തോമസ് ഇന്ന് ആലപ്പുഴ എം.എൽ.എ. ആണ്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് തന്നെ എ.ഡി. തോമസ് ഗൺമാൻമാർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ഡി.ജി.പിക്കും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും തെളിവ് സഹിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കുവാനുള്ള നീക്കം നടക്കുന്നത്. നേരത്തെ ഈ കേസിൽ അന്വേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. ആ ഉഡായിപ്പ് റിപ്പോർട്ട് കീറി കാറ്റിൽ പറത്തണമെന്നും അവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ഈ കേസ് അന്വേഷിക്കണമെന്നുമാണ് എ.ഡി. തോമസിന്റെ ആവശ്യം. അന്ന് തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസ് നേതാവല്ല തോമസ്, ഭരണകക്ഷിയുടെ എം.എൽ.എ. ആണ്. അപ്പോൾ പിന്നെ നടപടിയെടുക്കാതെ എന്ത് ചെയ്യുമെന്നാണ് ഡി.ജി.പിയുടെ ചിന്ത. അതിന്റെ ബാക്കിയാണ് സസ്പെൻഷൻ നടപടികൾ എന്നതാണ് വാസ്തവം. 2023 ഡിസംബർ 15 ആലപ്പുഴയിലൂടെ നവകേരള യാത്ര കടന്നു പോയപ്പോഴാണ് മുഖ്യന്റെ അംഗരക്ഷകർ മനുഷ്യത്വം മറന്ന് മൃഗീയമായി പെരുമാറിയത്. അന്ന് യു.ഡി.എഫ് പരാതി നൽകിയതോടെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്നും ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. പിന്നാലെ മർദ്ദനത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായ അനിൽകുമാറിന് സ്ഥാനക്കയറ്റം നൽകിയാണ് CPM വിധേയത്വം ഊട്ടിയുറപ്പിച്ചത്. നവകേരള യാത്ര എന്ന പ്രഹസനവുമായി പിണറായിയും കൂട്ടരും ഈ കേരളം മുഴുവൻ കറങ്ങി നടന്നപ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് തീർത്തത് പ്രതിഷേധത്തിന്റെ അലയോലികളാണ്. എന്നാൽ തിരിച്ചടിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നടത്തിയത് നരനായിട്ടാണ്. അന്ന് ഈ ലാത്തി ചാർജിനെ LDF മന്ത്രിമാർ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. അന്നത്തെ രക്ഷാപ്രവർത്തകരെ ഇന്ന് ആര് രക്ഷിക്കും എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. ആലപ്പുഴയിൽ മുഖ്യന്റെ അംഗരക്ഷകരിൽ നിന്നും അടിയേറ്റവരിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് നേതാവ് എ.ഡി. തോമസ് എന്ന നേതാവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ P.P. ചിത്തരഞ്ജൻ എന്ന CPMന്റെ സിറ്റിംഗ് എം.എൽ.എയെ പരാജയപ്പെടുത്തി എ.ഡി. തോമസ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രോട്ടോകോൾ പ്രകാരം പോലീസിൽ DGPയെക്കാളും മുകളിലാണ് എം.എൽ.എയുടെ സ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ അന്ന് തല്ലിയ ഏമാന്മാർ ഇന്ന് തോമസിനെ സല്യൂട്ട് അടിക്കും. തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അടക്കം പറപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയിൽ ചെറിയ വോട്ടിനല്ല തോമസ് ചിത്തരഞ്ജനെ വീഴ്ത്തിയത്. 21,015 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് തോമസിന്റെ ജയം. 2023 നവകേരള സദസ്സിനിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ ആക്രമണത്തിൽ തലപൊട്ടി മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ തോമസിന് ഇത് പ്രതികാരത്തിന്റെ കാലമാണ്. യു.ഡി.എഫ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ കണക്കുകൾ പിറകോട്ട് വായിച്ചു തുടങ്ങുമെന്ന സന്ദേശം യൂത്ത് കോൺഗ്രസ് നൽകിയിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത്.